നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ +2 ലെവൽ പ്രിലിംസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ റിസൾട്ടുകൾ അതുപോലെ തന്നെ അതിൻ്റെ റിപ്പോർട്ടഡ് വേക്കൻസീസ്, ഓരോ ജില്ലയിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസീസ് എത്രയാണെന്നും, അതുപോലെ തന്നെ ഇന്നലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത, നമ്മുടെ PSCയുടെ ഒരു പ്രധാനപ്പെട്ട വാർത്ത പല ന്യൂസ് ചാനലുകളിലും അതുപോലെ തന്നെ നമ്മുടെ ന്യൂസ് പേപ്പറുകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാർത്തയൊന്നും പറയണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ PSC പരീക്ഷയിൽ ഉദ്യോഗാർത്ഥികൾ കോപ്പി അടിക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. പക്ഷേ 100-ൽ 90 ചോദ്യങ്ങളും ഒരു പുസ്തകത്തിൽ നിന്ന് PSC കോപ്പി അടിച്ചുകൊണ്ട് പ്ലംബർ പരീക്ഷയിൽ വൻ കോപ്പി അടിയാണ് ഇവിടെ കേരള PSC നടത്തിയിട്ടുള്ളത്. പുസ്തകത്തിൽ ഉത്തരം തെറ്റായി രേഖപ്പെടുത്തിയ ചോദ്യവും PSC പകർത്തിയിട്ടുണ്ട് എന്നാണ് നമ്മുടെ മീഡിയ വണ്ണിൻ്റെ ന്യൂസ് പേപ്പറിനകത്ത് വന്നിട്ടുള്ളത്. മീഡിയ വണ്ണിൻ്റെ ന്യൂസ് ചാനലിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്നിട്ടുള്ള ഈ ഒരു വാർത്ത. അപ്പോൾ ഈ ഒരു വാർത്തയൊന്ന് വായിച്ചു നോക്കിയേ. പ്ലംബർ തസ്തികയിലേക്ക് PSC തയ്യാറാക്കിയ ചോദ്യങ്ങളിൽ ഭൂരിഭാഗവും ഒരു പുസ്തകത്തിൽ നിന്ന്. കഴിഞ്ഞ ശനിയാഴ്ച നടത്തിയ പ്ലംബർ പരീക്ഷയിലാണ് PSC ഈ കോപ്പി അടി നടത്തിയിട്ടുള്ളത്. 2019 ഇറങ്ങിയ പ്ലംബർ തിയറി എന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ ഒരു ചോദ്യങ്ങളെല്ലാം പകർത്തിയിട്ടുണ്ടായിരുന്നത്. 100-ൽ 90 ചോദ്യങ്ങളിലധികവും എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലംബർ തിയറിയിൽ നിന്ന് പകർത്തിയതായിരുന്നു. പുസ്തകത്തിൽ ഉത്തരം തെറ്റായി രേഖപ്പെടുത്തിയ ചോദ്യവും എന്ത് ചെയ്തു? PSC അതുപോലെ പകർത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഈച്ച കോപ്പി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു വാർത്ത നമ്മുടെ ന്യൂസ് പേപ്പറുകളിലും വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ കഴിഞ്ഞ 4-ാം തീയതി നടത്തിയ ജൂനിയർ ഇലക്ട്രിക്കൽ പ്ലംബർ തസ്തികയിലെ ചോദ്യങ്ങൾക്ക് കോപ്പി അടിച്ചെന്ന് ഉദ്യോഗാർത്ഥികളുടെ പരാതി. മനീഷ് ശർമ്മയുടെ പ്ലംബർ തിയറി എന്ന ഗൈഡിലെ ചോദ്യങ്ങൾ അതേപടി പകർത്തിയാണ് ചോദ്യപേപ്പറിൽ തയ്യാറാക്കിയത്. 100-ൽ 90 ചോദ്യങ്ങൾ എന്താണ് ഈ ഒരു ഗൈഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഗൈഡിലെ തെറ്റുകളും ചോദ്യപേപ്പറിൽ അതുപോലെ ആവർത്തിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ ഏത് എത്തിക്സ് അനുസരിച്ചാണ് ഇവരിതൊക്കെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. കാര്യം ഇങ്ങനെ ഈ ഒരു പരീക്ഷ നടത്തി ഇപ്പോൾ 100-ൽ 93 ചോദ്യങ്ങൾ, എക്സാക്റ്റ് പറഞ്ഞാൽ 93 ചോദ്യങ്ങൾ. അപ്പോൾ ഈ ഒരു പുസ്തകം വാങ്ങിച്ച് പഠിച്ചവർക്ക് 100-ൽ 90 മാർക്ക് കൂടുതൽ കിട്ടും. ഈ പുസ്തകത്തിൻ്റെ കവർ പേജ് പോലും കണ്ടിട്ടില്ലാത്തവർക്ക് അതിനനുസരിച്ച് മാർക്കും കിട്ടും അല്ലേ? അപ്പോൾ എന്താണ് ഇനി കേരള PSC ഈ ഒരു പരീക്ഷയുടെ ഭാഗത്ത് നിന്ന് അവർ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം. ഓക്കെ, അപ്പോൾ പുതിയ ചെയർമാൻ്റെ പുതിയ ഒരു നീക്കം ഈ ഒരു രീതിയിൽ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു കോപ്പിയടിയിൽ പുള്ളിക്കാരൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ റിസൾട്ടുകളും വേക്കൻസികളിലേക്കും കടക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ റിപ്പോർട്ടഡ് വേക്കൻസീസ് എത്രയാണ് എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ വന്നിട്ടുള്ള റിസൾട്ടുകൾ നോക്കാം. ഓക്കെ, നിലവിൽ നമ്മുടെ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 7 വേക്കൻസികളാണ്. ബാക്കി കൊല്ലത്തും പത്തനംതിട്ടയിലും അതുപോലെ തന്നെ കോട്ടയത്തും ഇടുക്കിയിലും വേക്കൻസികൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിൽ ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ലാസ്റ്റ് അഡ്വൈസ് 25 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. കൊല്ലത്ത് 19 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ കൂടുതലാണ്, പത്തനംതിട്ടയിൽ 96 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. അതിൽ കോട്ടയത്ത് 15 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. നമ്മുടെ ഇടുക്കി ജില്ലയിലാണെങ്കിൽ 150 അഡ്വൈസുകളും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ 9 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ വേക്കൻസി ഇല്ല, പാലക്കാടില്ല, മലപ്പുറത്തില്ല, കോഴിക്കോട് 2 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാടും കണ്ണൂരും കാസർഗോഡും വേക്കൻസികൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം 53 വേക്കൻസികൾ അല്ലെങ്കിൽ 53 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ 50 എണ്ണം പോയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 118 എണ്ണം പോയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ 19, കോഴിക്കോട് ജില്ലയിൽ 26, വയനാട് ജില്ലയിൽ 133, അതുപോലെ തന്നെ കണ്ണൂർ 26, കാസർഗോഡ് 15. ഈ രീതിയിലാണ് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ അഡ്വൈസുകൾ പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട PSC വാർത്ത കൂടിയുണ്ട്. അതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയ ശേഷം നമുക്ക് കഴിഞ്ഞ നമ്മുടെ +2 ലെവൽ പ്രിലിംസിൽ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ റിസൾട്ടിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 8 തസ്തികയിലേക്ക് PSC ചുരുക്കപ്പട്ടിക വരാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇന്നലെ വന്ന വാർത്തയാണ്. അപ്പോൾ എത്രത്തോളം ഷാർപ്പാണെന്ന് നോക്കുക. 4 അർഹത പട്ടികയും 3 തസ്തികയിലേക്ക് സാധ്യതാ പട്ടികയും വരുന്നെന്ന് പറയുന്നു. ഇതിൽ നിങ്ങൾക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. എക്സൈസ് വകുപ്പിലേക്കുള്ള വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ, വയനാട് കണ്ണൂർ അതുപോലെ തന്നെ ജില്ലകളിലേക്കുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. അപ്പോൾ ഇന്നലെ പത്രത്തിൽ വന്നിട്ടുള്ളതായിരുന്നു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് വരുമെന്ന് പറഞ്ഞു. ഇന്നലെ തന്നെ അത് വ്യക്തമായിട്ട് വരികയും ചെയ്തല്ലേ. ഹിന്ദു നാടാർ, SIUC, അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നേരിട്ടും തസ്തിക മാറ്റം. ഇടുക്കി ജില്ലയിലേക്കുള്ള വിവിധ വകുപ്പിലേക്കുള്ള LD ക്ലർക്ക്, തമിഴും മലയാളവും അറിയാവുന്നവർ എന്നിവരുടെയൊക്കെ അർഹത പട്ടിക പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങൾ സ്പീഡായിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ തോന്നലാണോ അതിപ്പോൾ ഉള്ളതാണോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റായിട്ട് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബാക്കി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ റിസൾട്ടുകളിലേക്ക് നമുക്ക് കിടക്കാം.
അപ്പോൾ നോക്കാം നമുക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ റിസൾട്ടുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ആദ്യം വന്നിട്ടുള്ളത് കാറ്റഗറി നമ്പർ 044/2021 എന്ന് പറയുന്ന നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ NCA ഹിന്ദു നാടാർ വയനാട് ജില്ലയിലേക്കുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിന് കുറച്ച് പേര് ഉൾപ്പെടുത്തിയിട്ടുള്ള റിസൾട്ടാണിത്. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് വന്നിട്ട് 55.94 ആണ് കേട്ടോ. 55.94 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ NCAയുടെ ഏത് ജില്ലയുടേതേക്കുള്ളതാണ്? കണ്ണൂർ ജില്ലയുടേതേക്കുള്ളതാണ് അല്ലേ? ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ NCA ഹിന്ദു നാടാർ വയനാട് ജില്ലയിലേക്കുള്ള കട്ട് ഓഫാണ് പറഞ്ഞത്. 55.94 ആണ്. അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ മറ്റൊരു റിസൾട്ട് വന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ കാറ്റഗറി നമ്പർ 693/2021 എന്ന് പറയുന്ന NCA LCAI വയനാട് ജില്ലയുടേതൊക്കെയുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സാലറി സ്കെയിൽ 20,000 മുതൽ 45,000 വരെ വരുന്ന നല്ലൊരു ജോലിയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റേത്. അപ്പോൾ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 45.82 ആണ്. 45.82 ആണ് വയനാട് ജില്ലയുടേത് കേട്ടോ. വയനാട് ജില്ലയുടെ NCAയുടേതാണ്. NCA നാടാർ വയനാട് ജില്ലയുടേതേക്കുള്ളതാണ്. നമ്മുടെ 45.82 ആണ്. അതുപോലെ തന്നെ മറ്റൊരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനോട് വന്നിട്ടുണ്ട്. ഇത് കാറ്റഗറി നമ്പർ 695/2021 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ NCA വിശ്വകർമ്മ വയനാട്. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫിലേക്ക് നമുക്ക് കടക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. കട്ട് ഓഫ് എന്ന് പറയുന്നത് 52.69 ആണ്. അപ്പോൾ ബാക്കിയുള്ള എന്ന് വെച്ചാൽ ജനറൽ കട്ട് ഓഫിലേക്ക് വരുമ്പോഴത്തേക്കും കട്ട് ഓഫ് ഏത് രീതിയിലേക്ക് മാറുമെന്നൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നൊരവസ്ഥയിലല്ല. അപ്പോൾ ഇതൊക്കെയാണ് കട്ട് ഓഫുകൾ. 52.69, അതുപോലെ തന്നെ 45.82, അതുപോലെ തന്നെ 55.94. അപ്പോൾ ഈ ഒരു 45-50 ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കട്ട് ഓഫ് റേഞ്ച്. ഏത് ലെവലിലേക്ക് മാറുമെന്നൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയാം. എന്തായാലും ഇന്ന് തന്നെ ബാക്കി റിസൾട്ടുകൾ ഉണ്ടാവും തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എന്തായാലും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റുകളോ PSC അപ്ഡേറ്റുകളോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേഷൻ ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.